ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. അടുത്തതായി നടിമാരുടെ ഭാഗത്തു നിന്നും അഞ്ജു നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. കൈയടിച്ച് സ്വാഗതം ചെയ്യാം. അഞ്ജു എനിക്കറിയാം വൻ കോൺഫിഡൻസ് ആണ് അല്ലേ? ഒന്നും പറയാനില്ല. നേരത്തെ രണ്ടുപേരും കണ്ണുടയ്ക്കുന്നുണ്ടായി ചിരിച്ചിരിച്ച്. അതിലൊരാളാണ് അഞ്ജു. ദുഃഖങ്ങൾ കടിച്ചമർത്തിയാണ് നിൽക്കുന്ന കുട്ടി അല്ലേ? എവിടെ സ്ഥലം മോളുടെ? കന്യാകുമാരി ജില്ല. കന്യാകുമാരി ജില്ല, തമിഴ്നാടാണ്. മനസ്സിലായി. ആക്ഷൻ. ഷോ അത് ഞാൻ അവനോട് പറഞ്ഞില്ലായിരുന്നു കേട്ടോ നവാസേ. ഇത് ഞാനും മൊയ്തീനിക്കയും തമ്മിലുള്ള ചെറിയൊരു കരാറാ. ആ വീടിരിക്കുന്ന വസ്തുവിൽ എനിക്ക് പണ്ടേ ഒരു കണ്ണുണ്ടായിരുന്നു. 1.5 കിലോമീറ്റർ അപ്പുറമാണല്ലോ ഹൈവേ. എവിടെയും പോവാ. മൊയ്തീനിക്ക ആ വസ്തു വലിയ വില കൊടുത്ത് വാങ്ങിച്ചെന്ന് കേട്ടപ്പോഴേ ചെറിയൊരു സങ്കടം തോന്നിയതാ. നിന്നെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൊയ്തീനിക്ക വന്നപ്പോഴേ ഞാൻ ചെറിയൊരു കണ്ടീഷൻ വെച്ചു. തമ്പിമാരുടെ കയ്യിൽ നിന്നും അപ്പുമാരായിരുന്നു കേട്ടിട്ടുണ്ട്. തമ്പിമാരുടെ കയ്യിൽ നിന്നും നിന്നെ തമ്പിമാരുടെ കയ്യിൽ നിന്നും നിന്നെ ഊരിയെടുത്താൽ ആ വസ്തു തമ്പിമാരുടെ കയ്യിൽ നിന്നും നിന്നെ ഊരിയെടുത്താൽ ആ വസ്തു എനിക്ക് തരാമെന്ന്. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടായോ? ചുമ്മാതല്ല കേട്ടോ. നടപ്പ് വിലയിൽ നിന്നും സ്വല്പം താഴ്ത്തി ഒരു വില ഞാൻ കൊടുത്തിട്ടുണ്ട്. ആണോ? നല്ല കാര്യം, നന്നായി വരട്ടെ കേട്ടോ. അടുത്തതായി വളരെ ക്ഷമയോടെ തന്റെ ഊഴത്തിനായി കാത്തിരുന്ന സോനുവിനെ സ്വാഗതം ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ കൈയടിച്ചോണ്ട്. കോളേജ് മൊത്തം വലം വെച്ചിട്ടാണ് വരുന്നത്. എവിടെയാണ് സോനുവിന്റെ വീട്? എൻ്റെ വീട് ഇടുക്കി. ഇടുക്കിയിൽ കട്ടപ്പന. കട്ടപ്പന എന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇവിടെ. ഇവിടെ 2 പേരേ ഉള്ളൂ. നേരത്തെ പറഞ്ഞായിരുന്നു. സോനു അഭിനയിക്കാറുണ്ടല്ലേ? ഇല്ല. വളരെ റയറായിട്ട്. ആക്ഷൻ. ഷോ അത് ഞാൻ ഇവനോട് പറഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇത് നവാസേ, ഇത് ഞാനും മൊയ്തീനും തമ്മിലുള്ള ചെറിയൊരു കരാറാ. മൊയ്തീനിക്കയും തമ്മിലുള്ള ചെറിയൊരു കരാറാ. ആ വീടിരിക്കുന്ന വസ്തുവിൽ എനിക്ക് ചെറിയൊരു താല്പര്യമുണ്ടായിരുന്നു. ചെറുത് എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു. 1.5 കിലോമീറ്റർ അപ്പുറമാണല്ലോ ഹൈവേ. മൊയ്തീനിക്ക ഇത് വലിയ വില കൊടുത്ത് വാങ്ങിയെന്ന് അറിഞ്ഞപ്പോഴേ കൈവിട്ട് പോയെന്നറിഞ്ഞ് എനിക്ക് ചെറിയൊരു വിഷമം തോന്നി. നിൻ്റെ കാര്യത്തിൽ സഹായിക്കണമെന്ന് പറഞ്ഞ് മൊയ്തീനിക്ക വന്നപ്പോൾ ഞാനൊരു കണ്ടീഷൻ വെച്ചു. തമ്പിമാരുടെ കയ്യിൽ നിന്ന് എന്നെ ഊരിയെടുക്കുകയാണെങ്കിൽ ആ വസ്തു എനിക്ക് എഴുതി തരാമെന്ന്. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. ചുമ്മാതല്ല കേട്ടോ. നടപ്പ് വിലയിൽ നിന്ന് സ്വല്പം താഴ്ത്തി ഒരു വില ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൈജി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സീസൺ 2 MGM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുമുള്ള ഈ കിടിലൻ എപ്പിസോഡ് അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. ഇവിടെ വന്ന് ഡയലോഗ് പറഞ്ഞ് നമ്മളെ എൻ്റർടൈൻ ചെയ്ത് ഒരുപാട് ചിരിപ്പിച്ച വ്യക്തിയാണ് ബെസ്റ്റ് എൻ്റർടൈനർ. ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വിഷ്ണു. കൈയടിച്ച് സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ. വിഷ്ണു ആണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ. അതായത് സ്ക്രിപ്റ്റ് മറ്റേ സ്ഥലത്തിന് കരാർ എഴുതി തുടങ്ങി, പാലം പണിയിലേക്ക് പോയി, ഏതോ നിലയെന്നെടുത്ത് ചാടി, പുതിയ കഥകൾ നമുക്ക് സമ്മാനിച്ച വിഷ്ണുവിന് മൈജി തരുന്ന ഒരു കിടിലൻ സമ്മാനമാണ്. കയ്യടിയോടുകൂടി നമുക്ക് കൈമാറാം. സന്തോഷമായില്ലേ? അതോടുകൂടി മൈജി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സീസൺ 2 MGM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുമുള്ള ഈ കിടിലൻ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ പഞ്ച് ഡയലോഗ്സും അഭിനേതാക്കളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. Until then, you take care. Bye.